സിനിമാ നിർമ്മാതാക്കൾക്ക് ആരുടെ കഥ വേണം, ജീവിതം വേണമെങ്കിലും സിനിമാ കഥയായി നിർമ്മിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. അയാളുടെ സിനിമ അയാളുടെ ജീവിതം ഒരു സിനിമയല്ല, ഒരു 5-6 സിനിമയ്ക്കുള്ള വകുപ്പുണ്ട്. നല്ല പ്രധാനമന്ത്രി നന്നായിട്ട് പെരുമാറുന്നുണ്ട്, കർഷകർക്കൊക്കെ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അതൊരു പ്രധാനമന്ത്രിയുടെ സിനിമയാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കഥ മുൻകൂട്ടി ഇല്ലാത്ത ഒരാളല്ലേ, അപ്പോൾ പിന്നെ അതിനൊരു ഇതില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ എടുത്തു കാണിക്കേണ്ട ഒരു വ്യക്തിയായി തോന്നുന്നില്ല. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 74ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകഥ സിനിമയാക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ മലയാളികളുടെ പ്രിയ നടനായ ഉണ്ണി മുകുന്ദനാണ് മോദിയുടെ വേഷത്തിലെത്തുന്നത്. എന്നാൽ മോദിയുടെ ജീവിതകഥ സിനിമയാക്കുന്നതിനോട് സാധാരണക്കാർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ജീവിതകഥ സിനിമയാക്കാനായിട്ട് പോവുകയാണ്. മലയാളിയുടെ പ്രിയ നടനായ ഉണ്ണി മുകുന്ദനാണ് മോദിയുടെ വേഷത്തിലെത്തുന്നത്. മോദിയുടെ ജീവിതകഥ ഒരു സിനിമയാക്കാനുള്ളതായിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ഒരുപാട് നേതാക്കന്മാരുടെ ജീവിതങ്ങളൊക്കെ ചിലർ സിനിമയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മോദിയുടെ ജീവിതകഥ ഒരു സിനിമയാക്കാനുള്ള അത്രയ്ക്ക് പ്രാധാന്യപ്പെട്ട ഒന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആവശ്യമില്ല. എന്തായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം? മന്ത്രിയല്ലേ, നമുക്ക് 10 വർഷത്തിലധികമായിട്ട് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നുണ്ടല്ലോ. മേ ബി അദ്ദേഹം ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ലേ ആ സിനിമ എടുക്കുന്നത്? കുറച്ച് പേർക്ക് അവരോട് നല്ല എതിർപ്പുണ്ട്, പാർട്ടിപരമായിട്ടും. ചിലർക്ക് സ്നേഹമുള്ളവരുണ്ട്. ചേട്ടന് എന്ന് തോന്നുന്നു പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? നമ്മളെ കേന്ദ്രമായിട്ടുള്ള പ്രവർത്തനം മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിൽ ഒത്തിരി റോഡ് പരമായിട്ട് കാര്യങ്ങളും ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിലും സിനിമ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാം, വരുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതകഥ എത്തുകയല്ലേ. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സിനിമ വരുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതിനൊന്നും പ്രത്യേകം നമുക്ക് എതിർപ്പൊന്നുമില്ല, നടക്കട്ടെ. ചേട്ടാ, ഇപ്പൊ മോദിയുടെ വേഷത്തിലെത്തുന്നത് ഉണ്ണി മുകുന്ദനാണ്. അദ്ദേഹം അതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ടോ? അത് ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, അവർ ആദ്യമായിട്ടുള്ള അങ്ങനെ ഒരു ഇതെടുക്കുന്നത്. അപ്പോൾ കണ്ടിരിക്കാം, നമുക്ക് കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് അതിന്റെ ഇൻപുട്ട് എങ്ങനെയായിരിക്കും അറിയാം. തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. എന്താ സാർ റീസൺ എന്താണ്? ഈ ഭരണത്തിന്റെ കേസുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം തോന്നുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം? എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ ഇദ്ദേഹം, അവിടെ നിന്ന് തന്നെ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇനിയും പ്രധാനമന്ത്രിയായിട്ട് തുടരണമെന്നൊരു അഭിപ്രായം ഉണ്ടോ ചേട്ടന്? ഇല്ല, നല്ല ആൾക്കാർ വരണം, ജനങ്ങൾക്ക് നല്ല ഒരു ഭരണം കാഴ്ചവെക്കണം. അതിന് വേണ്ട സഹായങ്ങളും വേണ്ടതൊക്കെ ഇപ്പം തന്നെ കേരളത്തിന് ഒരുപാട് ഇത് വന്നിട്ട് അദ്ദേഹം ഒരു ഇതില്ലാതെ ഇരുന്നില്ലേ, അതൊക്കെ ഒരു ഇതല്ലേ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പറയാൻ കാരണം. മോദി നല്ലൊരു വ്യക്തിയാണ്, പുള്ളിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് നമുക്ക്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ 10 വർഷത്തിലധികമുള്ള അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയുണ്ട്? ഇപ്പം 15 വർഷമല്ലേ, 15 വർഷം പുള്ളി നല്ലൊരു ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഇന്ത്യക്ക് ഇനിയും പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം തന്നെ തുടരണമെന്ന് അഭിപ്രായം നമുക്ക്. ഇപ്പം മോദിയുടെ ജീവിതകഥ സിനിമയാക്കുമ്പോൾ അവരെന്തായിരിക്കും അതിലൂടെ ലക്ഷ്യമിടുന്നത്? അത് നമുക്ക് അതിനെപ്പറ്റി മോദിയായിട്ട് എത്തുന്നത് നമ്മുടെ ഉണ്ണി മുകുന്ദനാണല്ലോ. അദ്ദേഹം അതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം കറക്റ്റ് മോദിനെ കറക്റ്റ് സ്ക്രീനിൽ അവതരിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ട്. എന്തായാലും മോദിയുടെ ചിത്രം വരട്ടെ എന്ന് തന്നെയാണ്. മോദിയുടെ ചിത്രം ആൾക്കാർ എല്ലാവർക്കും താല്പര്യമുള്ളതല്ലേ. അദ്ദേഹത്തിന്റെ ജീവിതകഥ അറിയാനും എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും തോന്നുന്നു. അദ്ദേഹത്തിൻ്റെന്നല്ല, ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കൾക്ക് ആരുടെ കഥ വേണം, ജീവിതം വേണമെങ്കിലും സിനിമാ കഥയായി നിർമ്മിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് തോന്നുന്നത്. അല്ല, ഇപ്പോൾ ഒരാളുടെ വ്യക്തി വൈശിഷ്ട്യം അല്ലെങ്കിൽ വ്യക്തി വൈകല്യം അതൊന്നും ഇക്കാര്യത്തിൽ ഒരു വിഷയമായി കാണേണ്ടതില്ല. മോദിയുടെ ജീവിതകഥ ഒരു സിനിമയാക്കാനുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താ സാർ? കഴിവുള്ള പാർട്ടിയാണ്. കാരണം ഭരിക്കാൻ കഴിവുള്ള പാർട്ടിയാണ്. എന്തായിരിക്കും ഈ മോദിയുടെ ജീവിതകഥ സിനിമയാക്കുന്നതിലൂടെ മേ ബി അവർ ഉദ്ദേശിക്കുന്നത്? ഒരു മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും സിനിമാ സംവിധായകൻ ചോദിക്കുക. കാരണം അയാൾ കഴിവുള്ള മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി ചേട്ടൻ എന്താ അഭിപ്രായം? നല്ല ഭരണമാണ്.
അദ്ദേഹത്തിന്റെ കഥ അപ്പം കുറച്ച് പേര് അറിയട്ടെ എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിലും ഒരു ജീവിത കഥയുള്ള കഥ ഉണ്ട്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിനും ഒരു ജീവിത കഥയൊക്കെയുള്ള കഥയുണ്ട്. ഇപ്പൊ എന്തായിരിക്കും ഈ മോദിനെ ഈ ഒരു മോദിയുടെ ജീവിത സിനിമയാക്കുന്നതിലൂടെ മേ ബി ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും എന്ന് സാറിന് തോന്നുന്നു? അദ്ദേഹം ഈ രണ്ട് പ്രാവശ്യവും ഇപ്പോൾ ഇന്ത്യ ഭരിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ത്യ പ്രത്യേകിച്ച് പറയുമ്പോൾ മേഡ് ഇൻ ഇന്ത്യ അദ്ദേഹം വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പദം നമ്മൾ എന്താ പറയുക കേൾക്കാൻ തുടങ്ങിയത്. അത് പ്രത്യേകിച്ച് എംഫസൈസ് ചെയ്യാതിരിക്കാൻ ഉദ്ദേശിക്കണം തോന്നുന്നു. എന്ത് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തെ പറ്റി എന്ന് തോന്നുന്നു സാറിന്? അത് അദ്ദേഹം പ്രവർത്തനം എന്താ പറയുക പൊളിറ്റിക്കലി അല്ല, നോർമലി പോയാൽ നമുക്ക് നല്ലതാണ്, മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പൊളിറ്റിക്കലി പറയാൻ പോയാൽ നമുക്കങ്ങനെ എല്ലാം യോജിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ പൊളിറ്റിക്കലി മറ്റുള്ളവരെ കൊണ്ട് ED കൊണ്ടും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഗവൺമെൻറ് അയാൾക്ക് ഹോൾഡുള്ളവരെ കൊണ്ട് മറ്റ് എതിരാളികളെ ചൂഷണം ചെയ്യണത് അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോർമലി ഒരു സ്ട്രോങ് ഹോൾഡുണ്ട് ഇന്ത്യക്ക്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. സാർ, ഇപ്പോൾ ഉണ്ണി മുകുന്ദനാണ് മോദിയായിട്ട് വേഷമിടുന്നതെന്നാണ് അറിയുന്നത്. ഉണ്ണി മുകുന്ദൻ അതിനൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഐ ആം സോറി, ആ വിഷയത്തിൽ എനിക്ക് മറുപടി വരാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞാൻ സിനിമ കാണുന്ന വ്യക്തിയല്ല. അയാളുടെ സിനിമ അയാളുടെ ജീവിതം ഒരു സിനിമയല്ല, ഒരു 5-6 സിനിമയ്ക്കുള്ള വകുപ്പുണ്ട്. എന്തായിട്ട് അങ്ങനെ ഒരു ഒപ്പീനിയൻ? ഒരു കാര്യമില്ലാത്ത എന്തുവാ? നല്ലതാണ്. എന്താ സാർ അങ്ങനെ തോന്നാനുള്ള? പ്രധാനമന്ത്രിയല്ലേ, നല്ല പ്രധാനമന്ത്രിയാണ്. നല്ലൊരു പ്രധാനമന്ത്രി നന്നായിട്ട് പെരുമാറുന്നുണ്ട്. കർഷകർക്കൊക്കെ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്, കർഷകർക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം മറ്റുള്ളവർ അറിയണമെന്ന് നല്ല കാര്യം, വളരെ ആവശ്യമാണ്. മോദിയുടെ ആ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദനാണല്ലോ, അദ്ദേഹം അതിനൊരു കറക്റ്റ് ആപ്റ്റ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്രയും എനിക്ക് അത് പറയാനൊക്കത്തില്ല, ഞാൻ അത്രയും പരിചയമില്ല പുള്ളിയായിട്ട്. എന്തായാലും മോദിയുടെ സിനിമ വരട്ടെ, വരാൻ വളരെ ആഗ്രഹം. നന്നായിരിക്കും. അതൊരു പ്രധാനമന്ത്രിയുടെ സിനിമ ആക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് എല്ലാ പ്രധാനമന്ത്രിമാരെയും വേണമല്ലേ, ഓരോരുത്തരും ഓരോ രീതിയിൽ. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല. എന്താ ചേട്ടാ അങ്ങനെ ഒരു അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം അങ്ങനെ ഒരു കഥ മുൻകൂട്ടി ഇല്ലാത്ത ഒരാളല്ലേ, അപ്പോൾ പിന്നെ അതിനൊരു ഇതില്ല. നമുക്ക് 10 വർഷത്തിലധികമായിട്ട് അദ്ദേഹമാണല്ലോ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നത്. അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ മേ ബി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല ഇങ്ങനെ ഒരു സിനിമയിലൂടെ ഉദ്ദേശിക്കുക. അല്ല, അങ്ങനെയുള്ള ഒരു സിനിമ വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ ജീവിത കഥയായിട്ടൊരു സിനിമ എടുക്കാൻ സാധ്യതയില്ല. ഇല്ല. അപ്പം മോദിയായിട്ട് വേഷമെടുക്കാൻ നമ്മുടെ മലയാളികളുടെ പ്രിയ നടനായിട്ടുള്ള ഉണ്ണി മുകുന്ദനാണെന്നാണ് അറിയുന്നത്. അദ്ദേഹം അതിന് കറക്റ്റ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്ന് തോന്നുന്നുണ്ടോ? അതെ അതെ അതെ. പല നേതാക്കന്മാരുടെയും നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ. ഇപ്പൊ മോദിയുടെ വേഷത്തിൽ എത്തുന്നത് നടൻ ഉണ്ണി മുകുന്ദനാണല്ലോ, അദ്ദേഹം അതിന് ആപ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? നടന്മാര് ആര് വന്നിരുന്നാലും ഇപ്പോൾ വ്യക്തികളല്ലേ നോക്കുന്നത്, അത് കഥ സിനിമയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ അഭിപ്രായം ഒന്നും പറയുന്നില്ല, ഒരിക്കലും ഇല്ല. എന്താ സാർ അങ്ങനെ ഒരു അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളോ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും ഈ നാട്ടിൽ ചേർന്നതല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ എടുത്തു കാണിക്കേണ്ട ഒരു വ്യക്തിയായി തോന്നുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ രാഷ്ട്രീയമായിട്ടില്ല. രാവിലെ വരും, വണ്ടിയെടുത്ത് ഓടും, വല്ല ഉപജീവനം നോക്കി ഓടും. ഒരു സിനിമയാക്കുന്നു എന്ന് പറയുമ്പം നമ്മളിപ്പം ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ പ്രവർത്തനം അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ. അത് തന്നെ. അങ്ങനെ നോക്കുമ്പോൾ മോദിയുടെ ജീവിതകഥ സിനിമയാക്കാൻ പറ്റിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പം ഉണ്ടായിരിക്കാം. അല്ല, ഇപ്പൊ നമുക്ക് ഒരുപാട് വർഷമായിട്ട് 2-3 തവണയായിട്ട് അദ്ദേഹമാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എന്ത് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി? പ്രവർത്തനങ്ങളെല്ലാം നല്ല കാര്യം ചെയ്യുന്നുണ്ട്, മോശമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മനസ്സിലായ? നല്ലതുകൊണ്ട് മോശമായതുകൊണ്ട്.